ജസ്റ്റ് ഫോർ എ ജോക്ക് തീൻമേശയിലെ ദുരന്തം എന്ന ലഘുനാടകത്തിന്റെ സ്വതന്ത്രാവിഷ്കാരം. Look at this video I found. Let me see. I want to see it. This is really funny. Wow, what channel is that? And there's another one right here. Wow, TikTok fails. കുട്ടികളെ, എപ്പോഴും ഈ കുന്ത്രാണ്ടങ്ങളിൽ ഇരിക്കാതെ മറ്റെന്തെങ്കിലും കളികളിൽ കളിക്ക്. ഇപ്പൊ എല്ലാവർക്കും മൊബൈലും ടാബും മതി. ദേഹം അനങ്ങിയിട്ടുള്ള ഒരു കളിയോടും താല്പര്യമില്ല. എന്താ ചെയ്യാ, കഷ്ടം തന്നെ. മുത്തശ്ശി, ബോറടിക്കുമ്പോ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? അതന്നെ എന്താ ചെയ്യാ? എന്നാ ഞാനൊരു നല്ല കഥ പറഞ്ഞു തരാം. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മൊബൈലൊക്കെ കണ്ടിട്ട് മാറ്റി വെച്ചോളൂ. ഗ്രാൻഡ്മ, സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണുണ്ടോ? പണ്ട് ഒരു പ്രഭുവിന്റെ വീട്ടില് 2 ഭൃത്യന്മാരുണ്ടായിരുന്നു. അയാളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങള് തയ്യാറാക്കി വിളമ്പുകയായിരുന്നു അവരുടെ ജോലി. ചേട്ടാ, ഇന്ന് ബോസിന് എന്താണ് ഉണ്ടാക്കേണ്ടത്? ആർക്കറിയാം അങ്ങേരുടെ നാവിൻ തുമ്പത്ത് ഇന്ന് ഏത് ഗുളികനാണെന്ന്. ഇതാരാ ഈ സമയത്ത്? ഹലോ, യെസ് സാർ, ഇപ്പൊ റെഡിയാകും സാർ. അതെ, 3 കോഴ്സ് ഡിന്നറാണ്. അത് പോരല്ലോ. പിന്നെ എന്താ സാർ? സാർ, എന്താണ് അദ്ദേഹത്തിന് എന്താണ് കണ്ടത്? അയ്യോ, ഭക്ഷണകാര്യത്തിൽ അദ്ദേഹം ഇന്ന് പതിവ് തെറ്റിക്കും. വളരെ വിശേഷപ്പെട്ട ഒരു വിഭവം ഇന്നുണ്ടാക്കണം. അതിനെന്താ, എന്തായാലും അത് ഉണ്ടാക്കി കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണല്ലോ. അതെ, പ്രഭുവിന് വേണ്ടത് മനുഷ്യമാംസമാണ്. മനുഷ്യമാംസം. അതിനെന്താ, അതും ഒരു ഭക്ഷണമാണല്ലോ, മനുഷ്യമാംസം. വലിയ വിലയൊന്നുമില്ലാത്ത സാധനമാണല്ലോ. അതെ, കൂട്ടം തെറ്റിയ ഒരു സ്കൂൾ കുട്ടി, അല്ലെങ്കിൽ ഒരു തെരുവ് തണ്ടി, അതുമല്ലെങ്കിൽ ഒരു തൊഴിലില്ലാ പലിശ, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. പ്രഭുവിന് ഇതൊന്നുമല്ല വേണ്ടത്. പിന്നെ പ്രഭുവിന് എന്താണ് വേണ്ടത്? ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. അയാൾക്ക് വേണ്ടത് നമ്മളിൽ ഒരാളുടെ മാംസമാണ്. എന്താ? അതെ. എടാ, അത് നിന്നെ കളിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശബ്ദം മാറ്റി പറഞ്ഞത്? ഓ, അല്ല അല്ല അല്ല, അതൊരിക്കലും അല്ല. പ്രഭുവിന്റെ ശബ്ദം എന്റേതുപോലെ എനിക്ക് തിരിച്ചറിയാം. ആ ശബ്ദം വളരെ കർക്കശമായിരുന്നു. അത് പറയുമ്പോ അദ്ദേഹം ഒരു നായയെ പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒളിച്ചോടാം. പക്ഷേ പ്രഭുവിന്റെ ആജ്ഞയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ആട്ടെ, നമ്മളിൽ ആരെ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്? ഓ, അതല്ലേ കുഴപ്പം. നമ്മളിൽ ആര് തീരുമേശയിൽ എത്തണമെന്ന് നാം തന്നെ തീരുമാനിക്കണമെന്ന്. അയ്യോ, ഇത് വല്ലാത്ത കുഴഞ്ഞ പ്രശ്നമായല്ലോ.
മനസ്സിലായല്ലോ. എന്താണ് ഒരു പോംവഴി? മരണത്തെ എനിക്ക് ഭയമില്ല. പക്ഷെ ഈ സമയത്ത് ഞാൻ മരിച്ചാൽ എന്നെയും കാത്ത് കണ്ണിമ വെട്ടാതെ ഉറങ്ങാതെ കാത്തിരിക്കുന്നു എന്റെ അമ്മ. ചേട്ടന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കല്യാണപ്രായമായ എന്റെ ഏക പെങ്ങൾ ഞാനില്ലാണ്ടായാൽ നാളെ അവൾ തെരുവിലെത്തും. ഈ പേ പിടിച്ച ഈ സമൂഹം അവളെ കടിച്ച് കീറും ചേട്ടാ. പിന്നെ കുറച്ചു വൈകിയാണെങ്കിലും എന്റെ കല്യാണം ഉറപ്പിച്ച കാര്യം ചേട്ടൻ അറിയാലോ. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. സ്നേഹനിധിയായ ഒരു ഭാര്യ, ഓമനിക്കാൻ ഒരു കുഞ്ഞ്, എല്ലാം നശിച്ചല്ലോ. ഇതാകെ കുഴഞ്ഞല്ലോ. ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ. അത് മരണത്തെക്കാൾ ഭയാനകമാണ്. അതെ, നിങ്ങൾ വിധികർത്താക്കളല്ലേ. നിങ്ങൾ പറയൂ, എന്താണ് ഒരു പോംവഴി? എനിക്ക് മരിക്കാനേ വയ്യ. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ മതിയാകൂ. ചേട്ടാ, ഒരു വഴി പറ. ആലോചിക്കട്ടെ. കിട്ടിപ്പോയി, പിടികിട്ടിപ്പോയി. ഒരു സൂത്രം. ഈ കുഴഞ്ഞ പ്രശ്നത്തെ ഒരു വ്യവസ്ഥാപിത മാർഗത്തിലൂടെ നാം പരിഹരിക്കും. എങ്ങനെ? നമുക്ക് നാണയമറിയാം. അതൊരു അത്യുഗ്ര സൂത്രം തന്നെ. ഇത്തരം വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് എത്ര ഉപകാരപ്രദമാണ്. അതെ, ഹെഡ് വീണാൽ ഞാൻ, ടെയിൽ വീണാൽ നീ. സമ്മതിച്ചോ? വേണ്ട, മറിച്ച് ഹെഡ് വീണാ ഞാൻ, ടെയിൽ വീണ ചേട്ടൻ. അത് മതി. എന്നാൽ ഞാൻ നാണയമറിയാം. ഓ, ഫോൺ അടിക്കുന്നല്ലോ. ബോസായിരിക്കും. ഇനി അദ്ദേഹം തീരുമാനം വല്ലതും മാറ്റിയാലോ? ഹലോ, ബോസ് അല്ലേ? അല്ല, റോങ് നമ്പർ. നാശം. റോങ് നമ്പർ വരാൻ കണ്ട ഒരു സമയം. ചേട്ടൻ ടോസ് അടി. ഇനി വൈകിക്കണ്ട. അതെ, ടോസ് എനിക്കാണ് വീഴുന്നതെങ്കിലോ? ഒരു നിമിഷം ഞാൻ എന്റെ അമ്മയെ ഒന്ന് ഓർക്കട്ടെ. ഒരു കാര്യം, ഞാൻ മരിച്ച വിവരം ഒരു കാരണവശാലും എന്റെ അമ്മ അറിയരുത്. നീ അത് ഉറപ്പു തരണം. ശരി ചേട്ടാ. ചേട്ടൻ നാണയം എറിഞ്ഞോ? എനിക്കത് കാണാൻ വയ്യ. എനിക്ക് കാണാനുള്ള മനഃശക്തി ഇല്ല. ചേട്ടൻ നോക്കി പറഞ്ഞാ മതി. ശരി. എന്താ ചേട്ടാ? ടൈൽസ്. ഞാൻ. അയ്യോ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടേൽസ് ഞാൻ എടുത്തിരുന്നെങ്കിലോ? ഞാൻ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അത് രണ്ടും ഒന്നു തന്നെയല്ലേടാ. ഇനി നിന്റെ ഊഴമാണ്. ഒരറവുകാരനെ പോലെ
നീ എന്നെ കൊല്ലുക. അയ്യോ ചേട്ടാ, ഞാനത് എങ്ങനെ ചെയ്യും ചേട്ടാ? അല്ല, ഞാൻ കീഴടക്കപ്പെട്ട ഇരയാണ്. നീയോ ഒരാരാച്ചാരം. ഇതാ, എന്നെ കൊല്ലേണ്ടത് നിന്റെ കർത്തവ്യമാണ്. ഇത് പിടിക്ക്. പ്രഭു വരേണ്ട സമയമായി. വേഗം, അയ്യോ വേഗം പണി തുടങ്ങിക്കോ. അയ്യോ, ഇതെന്റെ നിയോഗമാണ്. ഈ ചോരയിൽ എനിക്കൊരു പങ്കുമില്ല. ഞാനിതാ ശപഥം ചെയ്യുന്നു. അയ്യോ എനിക്ക് വയ്യ ചേട്ടാ, എന്റെ കൈ വിറയ്ക്കുന്നു ചേട്ടാ. എന്താ എന്താ നിന്റെ കൈകൾ വിറയ്ക്കുന്നത്? വേണ്ട, ഒരു കാര്യം കൂടി ഞാൻ പറയാം. രക്തം പുരണ്ട എന്റെ വസ്ത്രങ്ങൾ നീ ഒരിക്കലും വലിച്ചെറിയരുത്. നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു യുവജന പ്രസ്ഥാനമുണ്ട് ഇവിടെ. നീ അത് അവർക്ക് കൊടുക്കണം. ഓ അയ്യോ ചേട്ടാ, എന്നോട് പൊറുക്കണേ ചേട്ടാ. ദൈവമേ, കൊന്നു, ഞാൻ കൊന്നു. ചേട്ടനൊന്നും കരയോ പോലും ചെയ്തില്ലല്ലോ. അയ്യോ, ഈ കാലഘട്ടം മനുഷ്യനെ എന്തെല്ലാം ആക്കി കളയും. ഇനിയാണ് എന്റെ കഷ്ടപ്പാട്. ഈ ശരീരത്തെ കഷ്ണങ്ങളായി വെട്ടണം, ഉപ്പും മസാലയും ചേർത്ത് പുരട്ടണം. ചേട്ടനാണെങ്കിലോ കണ്ണുകളൊക്കെ പാതി അടച്ച് ഒരു സ്വപ്നം കാണുന്ന പോലെ. അയ്യോ വയ്യ, അയ്യോ എനിക്ക് വയ്യ. അയ്യോ ഫോൺ അടിക്കുന്നല്ലോ. ഹലോ ഹലോ ഹലോ, ഫുഡ് റെഡിയായോ? ഇപ്പൊ റെഡിയാക്കാം സാർ. ഞാൻ ചേട്ടനെ കൊന്നു കഴിഞ്ഞു. ഇനി പാചകം ചെയ്യേണ്ട താമസമേ ഉള്ളൂ. ആഹാ, സംഗതി കലക്കി. ഇനി ഞാനൊരു സത്യം പറയാം. ഞാൻ മനുഷ്യമാംസം ഭക്ഷിക്കാറില്ല. എന്ത്? അപ്പൊ നേരത്തെ പറഞ്ഞതോ? എന്തുവാ സാറിത്? അത് ചുമ്മാ നിങ്ങളെ ഒന്ന് പറ്റിക്കാൻ. ജസ്റ്റ് ഫോർ എ ജോക്ക്. അയ്യോ, just for a joke. Just for a joke. Just for a joke. Just for a Ha ha ha!